നമസ്കാരം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില നെഗറ്റീവ് ശക്തികൾ നമ്മളിലേക്ക് വന്നിട്ട് നമ്മളെ ദൈവത്തിലേക്ക് എത്താൻ പറ്റാത്ത ലെവലിൽ, അതല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് വളരാൻ പറ്റാത്ത ലെവലിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വ്യാജം ചെയ്ത് നമ്മളെ തെറ്റിച്ച് കളയുന്നു എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവം വെച്ചിരിക്കുന്ന ഒരുപാട് വ്യവസ്ഥകളുണ്ട് ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ മനസ്സെന്തായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചും കൊണ്ട് കറക്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയും ആ ചെയ്യുന്നതിന്റെ അകത്ത് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റി നമ്മളെ തെറ്റായ രീതിയിൽ കൊണ്ടുപോകുന്ന ചില നെഗറ്റീവ് ശക്തികളുണ്ട്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ശരിയെന്ന് വിചാരിച്ചായിരിക്കും ആ കാര്യം ചെയ്യുന്നത്. പക്ഷെ ആ ചെയ്യുന്നതിൽ പലതും ദൈവത്തിന്റെ കണ്ണിൽ, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ നിന്ന് മാറ്റിക്കളയും. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ഒരെണ്ണമാണ് ഞാൻ പറയുന്നത് സ്നേഹം. അപ്പൊ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരെണ്ണമാണ് സ്നേഹം. എല്ലാവരെയും സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഈ സ്നേഹമാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ആ സ്നേഹത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, എന്താണ് ദൈവം ഉദ്ദേശിക്കുന്ന സ്നേഹം, അത് എത്രയായിരിക്കണം സ്നേഹം, എങ്ങനെയായിരിക്കണം സ്നേഹം, അതിനെക്കുറിച്ച് ഒരു വിശദമായ ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതേപോലെ ഓരോ കാര്യത്തിലുണ്ട്. ദേഷ്യമാണെങ്കിലും എല്ലാത്തിലും ഞാൻ ഓരോന്ന് ഡെഫിനിഷനായിട്ട് ഞാൻ ദൈവം എനിക്ക് പറഞ്ഞെന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഓരോന്നിറന്നിട്ട് പറഞ്ഞുതരും. ഫസ്റ്റ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹം. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, കുട്ടികളെ സ്നേഹിക്കണം, സുഹൃത്തുക്കളെ സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം. അങ്ങനെ ഈ സ്നേഹം കൊണ്ട് നമുക്ക് ഒരുപാട് പോസിറ്റീവ് നേടി വരാൻ പറ്റും. എന്നാൽ ഇതേ സ്നേഹം കൊണ്ട് തന്നെ നമ്മൾ ആ സ്നേഹം കൊണ്ട് തെറ്റി ഒരുപാട് നെഗറ്റീവായിട്ട് നമുക്ക് മാറാൻ പറ്റും. കാരണം ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ നിന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയാൽ ആ ആത്മാവിനെ ദൈവം പരീക്ഷണത്തിലൂടെ പഠിപ്പിച്ചിരിക്കും. ആ തെറ്റിയ ഭാഗത്തിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ചില നെഗറ്റീവ് ശക്തികൾ വലിഞ്ഞു കയറി അവരുടെ പീഡനങ്ങളും കർമ്മദോഷം എന്ന രീതിയിൽ അതും അനുഭവിക്കേണ്ടാതെ വരും. അപ്പൊ ഓരോ കാര്യത്തിലും ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം ഓരോന്നും മുന്നോട്ട് പോകാൻ. ഇപ്പൊ ദാനം ചെയ്യല് ഒക്കെ വ്യവസ്ഥകളുണ്ട്. ഫസ്റ്റ് ഞാനീ പറയുന്നതാണ് സ്നേഹം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം നമ്മളെ പഠിപ്പിച്ച് ആ ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ദൈവം തരുന്ന ഒരു പരീക്ഷണശാലയാണ് ഈ ഭൂമി, അല്ലെങ്കിൽ ഈ മനുഷ്യ ജന്മം എന്ന് വിശ്വസിച്ചും കൊണ്ട് നമ്മുടെ ആത്മാവിനെ ദൈവം അത്ര കണ്ട് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ സൃഷ്ടാവ് ദൈവത്തെ മാക്സിമം സ്നേഹിക്കണം. ഇവിടെ നെഗറ്റീവ്സ് ഒരിക്കലും സമ്മതിക്കില്ല. അവർ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും മണ്ടത്തരങ്ങളോ തെറ്റുകളോ കാരണമാണ് നമുക്ക് ഈ കഷ്ടഭൂമിയിൽ വരുന്നത്. അപ്പൊ അതിലൂടെ യോമാർ തന്നെ ഈ നെഗറ്റീവ്സ് തന്നെ വലിഞ്ഞു കയറി നമ്മളെ വഴിതെറ്റിച്ചും പീഡിപ്പിച്ചും വേറെ വഴി കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ 2-3 തലത്തിലൂടെയാണ് കഷ്ടം വരുന്നത്. പക്ഷെ ദൈവം ഇത് സൈലന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ട്? ഈ കഷ്ടത്തിലൂടെ അവൻ ശരി പഠിക്കണമെങ്കിൽ പഠിക്കട്ട്. കാര്യം പഠിച്ചാൽ ഈ ജന്മം അത്രയും കുറയും, ഇല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ പഠിക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി ദൈവം അലോ ചെയ്യണതാണ്. എന്തുകൊണ്ട്? നമ്മുടെ ആത്മാവിനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. കാരണം ഈ ആത്മാവിനെ ദൈവത്തിന് കിട്ടണം. ഈ ഭൂമിയിൽ കിടന്ന് നശിച്ചു പോകേണ്ട ഈ മനസ്സും, നമ്മുടെ ഈ ബോധ മനസ്സും, ഈ ശരീരവും കത്തിപ്പോകേണ്ടതോ അല്ലെങ്കിൽ മണ്ണിൽ പുഴുവരിച്ചു പോകേണ്ടതുമായിട്ടുള്ള ശരീരത്തെ ദൈവം സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും സ്നേഹിക്കുന്നത് ഭൂമി നിൽക്കുന്ന നമ്മളാണ്. ദൈവം സ്നേഹിക്കുന്നത് എപ്പോഴും നമ്മുടെ ആത്മാവിനെ മാത്രമേ ദൈവം സ്നേഹിക്കുന്നുള്ളൂ. കാരണം അതാണ് അങ്ങോട്ട് വരേണ്ടത്. അപ്പം ദൈവം ആ ആത്മാവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് നശിച്ചു പോകേണ്ട നമ്മുടെ മനസ്സിനെയോ അല്ല നമ്മുടെ ശരീരത്തെയോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന രീതിയിൽ വിട്ടുതരും. പക്ഷേ നമ്മുടെ മനസ്സിന് സുഖവും നശിച്ചു പോകേണ്ട ശരീരത്തിന് ആരോഗ്യം, അല്ലെ അതിനും സുഖവും നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ വ്യവസ്ഥ, ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ച് ഇത് രണ്ടും ഭൂമി നിൽക്കുന്ന കാലത്തോളം നമ്മൾ വേണം സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടത്. ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് നല്ല ആഹാരം വേണം, പട്ടിണി കിടക്കണം. നമ്മൾ പട്ടിണി കിടന്നാൽ ദൈവത്തിനോട് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ അകത്തേക്ക് ആത്മാവിന് നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ആഹാരം വേണ്ടത് നമുക്കാണ്. അപ്പൊ നമുക്ക് പട്ടിണി ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ വ്യവസ്ഥകൾ തെറ്റാതെ ചെയ്താൽ മാത്രമേ നമുക്ക് പട്ടിണിയില്ലാതെ നമുക്ക് സുഖമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ധനം, കാശ്, വലിയൊരു വീട്, ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്, ഒരിക്കലും ദൈവത്തിന്റെ ആവശ്യമല്ല. ദൈവത്തെ എപ്പോഴും സ്നേഹിക്കുന്നത് നമ്മുടെ ആത്മാവിനെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. ആ ആത്മാവിനും നമ്മളീ കിടന്ന് കഷ്ടം അനുഭവിക്കുമ്പോൾ ആത്മാവിനും സന്തോഷമാണ്. കാരണം നമ്മൾ ഈ കഷ്ടത്തിലൂടെ ആ ആത്മാവിന്റെ വികാരം മനസ്സിലാക്കി നമ്മൾ നന്നാവാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ നമ്മൾ നന്നായാൽ മാത്രമേ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിന് നമ്മളെ കൊണ്ടുപോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എന്തെങ്കിലും ചെയ്തൊക്കെ പോകണമെങ്കിൽ നമ്മുടെ ആത്മാവിന് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി അത് തിരിച്ചറിഞ്ഞ് നിന്നുകൊടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ.
പക്ഷെ നമ്മൾ തലതിരിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും വീട്ടുകാർക്ക് വേണ്ടിയിട്ടും നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ മാറ്റിക്കൊണ്ട് പോകുമ്പോൾ അകത്തിരുന്ന് ആത്മാവ് വിഷമിക്കുകയാണ്. അപ്പൊ ആത്മാവ് എപ്പോഴും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭൂമിയിൽ കിട്ടാത്ത സുഖവും അല്ലെങ്കിൽ ആഹാരവും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ലെവലിലുള്ള ആഗ്രഹങ്ങളും നടക്കാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ പിറുപിറുക്കും. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. ശരിക്കും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ദൈവത്തെ പിറുപിറുക്കുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സുഖം ഭൂമിയിൽ കിട്ടുന്നില്ല. ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? എവന്റെ ഭൂമിയിൽ സുഖം കിട്ടുമോ കിട്ടൂല, അത് അവന്റെ ആവശ്യം. അവന് സുഖം വേണമെങ്കിൽ അവൻ നേരെ ദൈവം ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ വന്നാൽ അവൻ ആ സുഖം കിട്ടും. ഇത് ദൈവം ഉദ്ദേശിക്കുന്ന വഴിയിൽ അവൻ വരുന്നില്ല. കാരണം അവൻ ആ വഴി, അവന്റെ തെറ്റുകൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവൻ മാറാൻ തയ്യാറല്ല. ഇനി ദൈവത്തിന്റെ ഏതെങ്കിലും അദൃശക്തികൾ വന്ന് അവനെ സഹായിക്കാൻ ശ്രമിച്ചാലും അവനത് മൈൻഡ് ചെയ്യുന്നില്ല. സ്വപ്നം എന്ന് പറഞ്ഞ് കളയുന്നു. പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ പോലും അതിലൂടെ ശരിയും തെറ്റും തിരിച്ചറിയുന്നില്ല. ഇതൊന്നും ചെയ്യാതെ അവൻ ആഗ്രഹിക്കുന്നതും അവൻ കണ്ടതും അവൻ പ്ലാൻ ചെയ്യുന്നതും അവനായിട്ട് സ്വപ്നം കാണുന്ന മേഖലയിലൂടെ അവന്റെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് അവൻ ഈ വിഷമവും പ്രശ്നവും വരുന്നത്. പക്ഷെ ഇതൊന്നും ദൈവമായിട്ട് ബന്ധമില്ല. അപ്പൊ ദൈവം നമ്മളെ ആത്മാവിനെ സ്നേഹിക്കുന്നെന്നും നമ്മുടെ ആത്മാവിനെ നമ്മൾ ആ ഇഷ്ടത്തിന് കൊണ്ടുപോയി താൽക്കാലികമായി നമ്മൾ നശിച്ചു പോകുമെന്നും ആ ആത്മാവിനെ നമ്മൾ ജയിപ്പിച്ച് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാനാണ് ഇതൊക്കെ നടക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിച്ചിട്ട് ആ സൃഷ്ടാവൻ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പൊ സ്നേഹം കൊണ്ട് ഉള്ള ഏറ്റവും പ്രധാനം എന്താണ്? നമ്മൾ നമ്മളെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പൊ സ്നേഹം ഫസ്റ്റ് വേണ്ടത് ആരുടെ? നമ്മുടെ ആത്മാവിനെ നമ്മൾ ആദ്യം സ്നേഹിക്കണം. ആ ആത്മാവിനെ ജയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തല്ലോ, നമ്മളെ അതിനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കഷ്ടത്തിലൂടെ ആണെങ്കിലും എന്റെ ആത്മാവിനെ അങ്ങ് എത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതാണല്ലോ എന്ന തിരിച്ചറിവ് വരുന്നതാണ് സ്നേഹത്തിന്റെ ഫസ്റ്റ് അടിസ്ഥാനം. രണ്ടാമത്തെ സ്നേഹം ഒരു വ്യക്തിക്ക് വേണ്ടത് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഫസ്റ്റ് വരേണ്ട സ്നേഹം ദൈവത്തോട്, രണ്ടാമത് വരേണ്ടത് സ്വന്തം ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ, മൂന്നാമത്തെ സ്നേഹം വേണ്ടത് സ്വന്തം മക്കൾ, നാലാമത് നമ്മൾ സ്നേഹിക്കേണ്ടത് വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നാലാമത്തെ സ്നേഹം വരേണ്ടത് മാതാപിതാക്കൾ. ഇതാണ് സ്നേഹത്തിന്റെ ആ ഒരു ക്രമം. ദൈവം വെച്ചിരിക്കുന്ന ക്രമമാണ്. എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു. ദൈവം എനിക്ക് പറഞ്ഞു തന്നപ്പോഴാണ് ഈ സത്യം എനിക്ക് അറിയാൻ പറ്റിയത്. ഈ ലെവൽ തെറ്റുമ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ കർമ്മം തെറ്റി. അപ്പൊ പിന്നെ അതിന്റെ ഫലം അനുഭവിച്ച് നമ്മളെ ദൈവം തന്നെ ഭൂമിയിൽ വെച്ച് പഠിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത ജന്മം തന്നെ പഠിപ്പിക്കേണ്ടി വരും. വരുന്ന ഫാൾട്ട് എന്താണ്? നിസ്സാര കാര്യം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചില്ല, നമ്മൾ ആത്മാവിനെ സ്നേഹിച്ചില്ല. ഈ സത്യങ്ങളും തിരിച്ചറിയാത്തത് കാരണം ദൈവത്തെയും സ്നേഹിച്ചില്ല. കാരണം ദൈവത്തെ പിറുപിറുത്തുകൊണ്ടിരുന്നു, ശപിച്ചുകൊണ്ടിരുന്നു. പലർക്കും പറ്റുന്ന അബദ്ധമാണ്. അടുത്തത് കല്യാണം കഴിഞ്ഞ് കുടുംബം ആയാൽ പോലും അച്ഛനമ്മമാരുടെ അടുത്താണ് അടുത്ത ഏറ്റവും വലിയ സ്നേഹം. തെറ്റി. അവിടെ വരേണ്ടത് ഭാര്യയെ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. കാരണം അവർ തമ്മിൽ ബന്ധം വന്നതുപോലെ ഒരു മനസ്സും ഒരു ശരീരമായതുപോലെ വേറെ ആരുമായിട്ട് ആകുന്നില്ല. അപ്പം അടുത്ത ഏറ്റവും വലിയ സ്ഥാനം പരസ്പരം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് സ്വന്തം മക്കൾ. ഇത് കഴിഞ്ഞേ സ്വന്തം മാതാപിതാക്കളെ പോലും സ്നേഹിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതേസമയം കല്യാണത്തിന് മുമ്പാണെങ്കിൽ നമ്പർ 1 മാതാപിതാക്കൾ, നമ്പർ 2 ദൈവം. കാരണം അറിവ് വന്നിട്ടില്ല. അറിവ് വന്നു തുടങ്ങിയാൽ പിന്നെ വേണ്ടത് ദൈവം, പിന്നെ വേണ്ടത് മാതാപിതാക്കൾ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ദൈവം, 2 ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മാതാപിതാക്കൾ വരുള്ളൂ. അത് കഴിഞ്ഞേ ഉള്ളൂ സഹോദരി സഹോദരന്മാർ, അത് കഴിഞ്ഞേ ഉള്ളൂ ബന്ധുക്കൾ. ഇങ്ങനെ ക്രമത്തിൽ പോവും. ഈ സഹോദരി സഹോദരന്മാരെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സഹോദരി സഹോദരന്മാര് ആണെങ്കിൽ പോലും അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ പിന്നെ വേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തായിരിക്കണം അടുത്ത സ്നേഹം വരേണ്ടത്. ഇനി നമ്മുടെ മാതാപിതാക്കളും നമുക്ക് എതിരാണ്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് അവർ പ്ലാൻ ചെയ്യുന്ന പോലെ നമ്മൾ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവർ വന്നില്ല, അവിടെ ഒരു പരസ്പര ഐക്യം വരുന്നില്ലെങ്കിൽ ഒരിക്കലും അച്ഛനല്ലേ അമ്മയല്ലേ എന്ന് വിചാരിച്ച് നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയും നമുക്കൊരു മാനം അല്ലെങ്കിൽ നമുക്കൊരു വില തരാതെ നിൽക്കുന്ന മാതാപിതാക്കളെ പോലും നമ്മൾ മാറ്റി നിർത്തേണ്ടതാകുന്നു. എത്ര സ്നേഹമുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് അച്ഛന്റെ സ്നേഹമുണ്ട്, അമ്മയുടെ സ്നേഹമുണ്ട് ഒക്കെ ഓക്കെ, അല്ലെങ്കിൽ ഭാര്യയുടെ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും വ്യക്തികളോട് ഭയങ്കരമായി നമുക്ക് സ്നേഹമുണ്ട്. പക്ഷെ അവരത് മാനിക്കുന്നില്ലെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കണം. എത്ര സ്നേഹമുണ്ടെങ്കിലും നമ്മളിത് ചെയ്തിരിക്കണം. ഇതാണ് ദൈവത്തിന്റെ അടുത്ത നിയമം. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ഇല്ലെങ്കിൽ അങ്ങോട്ട് വലിഞ്ഞു കയറി നമ്മൾ സ്നേഹിക്കാൻ പോകുമ്പോൾ വരുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മളായിരിക്കണം ആ ദൈവത്തിന്റെ ലെവലിൽ നിന്ന് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ ആ പോസിറ്റീവ് നമുക്ക് നെഗറ്റീവായി മാറും. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അവരെ വിട്ടുകൊടുക്കുക, നമ്മൾ ഇനി മാറിക്കളയുക.
ഇനി എപ്പോഴെങ്കിലും അവർക്ക് നമ്മളോട് സ്നേഹം വരികയും നമ്മളോട് അടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവർ നമ്മളെ ക്ഷണിക്കുകയൊക്കെ ചെയ്താൽ പിന്നെയും സഹകരിച്ചു കൊടുക്കുക. ഒരിക്കലും എത്ര സ്നേഹം ഒരു വ്യക്തിയുടെ അടുത്ത് ഉണ്ടെങ്കിൽ പോലും നമ്മളെ അവർ അവോയ്ഡ് ചെയ്യുന്നു, ആ ഒരു മനസ്സാണ് അവർക്കെന്ന് തിരിച്ചറിഞ്ഞാൽ വലിഞ്ഞു കയറി അങ്ങോട്ട് സ്നേഹിക്കാൻ പോകരുത്. ഇതൊക്കെയാണ് അടുത്ത വ്യവസ്ഥകൾ. ഇത് കേട്ട് ചിലർ അയ്യോ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കണോ എന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ അരപ്പരുവത്തിൽ കേട്ടും കൊണ്ട് ചാടിക്കയറി എന്നെ ഫോൺ ചെയ്യേണ്ട. ഈ മെസ്സേജ് ഒന്ന് വിശദമായി കേൾക്കുക. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മാനിക്കാതെ അല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു എന്ന തോന്നൽ നമുക്കുണ്ടായാൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവർ പ്രതികരിച്ചാൽ നമ്മൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് മാറി നിന്ന് കൊടുക്കുക. അങ്ങനെ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തണം. അല്ലാതെ അവർ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മാതാപിതാക്കളെ നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അവർക്ക് താല്പര്യമില്ല എങ്കിൽ ആ അനുസരിച്ച് അതിപ്പോൾ ഭാര്യയാണെങ്കിൽ പോലും നമ്മളെ രീതിയിൽ നിന്ന് മാറി നമ്മളെ താല്പര്യമില്ല എന്ന രീതിയിൽ അവർ നമ്മളെ പറയുകയോ പുച്ഛിക്കുകയോ ചെയ്താൽ നമ്മൾ ഇനി മാറിക്കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ബോധം വരട്ടെ. ബോധം വരുമ്പോൾ സഹകരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇത്തിരി പ്രായമായ മാതാപിതാക്കളാണ്, അവർക്ക് മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞു. എത്ര സ്നേഹം മക്കളോടുണ്ടെങ്കിലും മക്കൾക്ക് ഈ മാതാപിതാവിനോട് സ്നേഹമോ താല്പര്യമോ ഇല്ലെങ്കിൽ അവരെ അവരുടെ ഇഷ്ടത്തിന് മാറ്റിക്കളയുക, നമ്മളിഞ്ഞ് മാറിക്കളയുക. വലിഞ്ഞു കയറി സ്നേഹിക്കാൻ പോകരുത്. ഈ മിക്കവർക്കും പറ്റുന്ന ഒരു കുഴപ്പം ഇതാണ്. ഭയങ്കരമായ സ്നേഹം കാരണം വലിഞ്ഞു കയറി സ്നേഹിക്കാൻ പോയി വിഷയങ്ങൾ അപ്പൊ തിരിച്ചാതെ സ്നേഹം വന്നില്ലെങ്കിൽ വഴക്കായി, പ്രശ്നങ്ങളായി, പല രീതിയിൽ പിന്നെ മനസ്സിൽ ദുഷിപ്പായി, പ്രാക്കായി, ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ അതിൻ്റെ ഇടയിൽ നെഗറ്റീവ്സ് വരുന്നറിയാം. ഇത് അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, അവർ ഹാപ്പി. നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് മാറി കൊടുക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് സ്നേഹിക്കേണ്ട ആരാണ്? ദൈവത്തെ. ആ ദൈവം വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മളെ ദൈവം തിരിച്ച് സ്നേഹിച്ചിരിക്കും. ആ ദൈവം സ്നേഹിക്കുമ്പോൾ വരുന്ന വ്യക്തികളൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിൽ നമുക്ക് തിരിച്ച് സ്നേഹം ഒരിക്കലും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ മാത്രമേ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാവൂ. വേറെ ഒരൊറ്റ വ്യക്തികളെയും നമ്മൾ വലിഞ്ഞു കയറി സ്നേഹിക്കാൻ പോകരുത്. എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കി മര്യാദയ്ക്ക് നിൽക്കുക. അവർ എപ്പോഴെങ്കിലും തിരിച്ചറിയുകയോ അവർക്ക് സ്നേഹം തോന്നുകയോ ചെയ്ത് സഹകരിക്കുക. ഇനി ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഭയങ്കരമായ സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ആ സ്നേഹത്തെ നമ്മൾ ശരിക്കും ആ രീതിയിൽ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെ ശത്രുത വരും. ഈ ഭാര്യ ഭർത്താക്കന്മാർ ഡൈവേഴ്സ് ആകുന്ന ഇഷ്ടംപോലെ കേസുകളുണ്ടല്ലോ. ഇപ്പൊ അത് സർവ്വസാധാരണമാണ്. ഈ ഡൈവേഴ്സിന്റെയൊക്കെ അടിസ്ഥാനം എന്നോട് ദൈവം പറയുന്നു സ്നേഹം. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ, ഞാൻ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നില്ല. ഇതാണ് എന്റെ അടിസ്ഥാനം. കാര്യം ഞാൻ സ്നേഹിക്കുന്നു, പുള്ളി അത് തിരിച്ചറിയുന്നില്ല. അപ്പൊ ഈ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ അതൊക്കെ നെഗറ്റീവായി ചിലപ്പോൾ മാറും. ചിലപ്പോൾ അത് പ്രതീക്ഷിക്കാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പൊ ആ ദേഷ്യത്തിൽ അങ്ങോട്ട് പ്രതികരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ട്. ഈ പരസ്ത്രീ ബന്ധമുണ്ട് എന്ന് സംഭവിച്ചാണ് മിക്കയിടത്തും ഇത് ഡൈവേഴ്സ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഭർത്താവ് വേറൊരു സ്ത്രീയുടെ പിറകെ പോകുമ്പോൾ നമ്മൾക്ക് ഇത്രയും വെപ്രാളവും ദേഷ്യത്തിന്റെ കാരണം എന്താണ്? നമുക്ക് ഭർത്താവിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം കാരണമാണ് ഇത്രയും ദേഷ്യവും വൈരാഗ്യം വരുന്നത്. അതാണ് അവസാനം ഡൈവേഴ്സായി മാറുന്നത്. അപ്പം ഇപ്പൊ ഒന്നുമില്ലാതായി. അപ്പൊ ഭർത്താവ് അങ്ങനെ പോകുന്നു എന്ന് കണ്ടാൽ നമുക്ക് ആ ഭർത്താവിനോട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സ്നേഹമില്ല എങ്കിൽ ഒന്നിച്ച് ജീവിക്കരുത്. അതേസമയം നമ്മൾ ആ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് പിരിയാൻ പറ്റുന്നില്ല എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുക. അപ്പൊ അവിടെ നമ്മൾ ദൈവത്തിൽ വിശ്വാസം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യമേ ദൈവം ആരാണ്, ഏത് ദൈവമാണ് നമ്മളെ കാര്യങ്ങൾ സാധിച്ചിരുന്നത്, ആ ദൈവമായിട്ട് ബന്ധമുണ്ടാക്കേണ്ടത് എങ്ങനെ, ഇതൊക്കെ പറഞ്ഞു തന്നതിന്റെ കാരണമേ ഇനി ഞാൻ പറയുന്ന പല കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ ഭാഗം ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറെ ഇൻട്രൊഡക്ഷൻ തന്നത്. ഇപ്പൊ നമ്മുടെ ഭർത്താവ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യത്തെ വഴി തെറ്റിപ്പോണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ പോകുന്നു എന്ന് കണ്ടാൽ നമ്മൾ ദൈവത്തോട് നമ്മളുടെ പ്രവൃത്തിയിൽ നിന്ന് ഒന്നും നടക്കാൻ പോകില്ല. ആരുടെ മനസ്സ് നമുക്ക് മാറ്റാനുള്ള കഴിവ് നമുക്കില്ല. ആ മനസ്സ് മാറ്റാനുള്ള കഴിവ് സൃഷ്ടാവാ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയും നാളെ പറ്റിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളെല്ലാം പോയി ഏതെങ്കിലും അദൃശ്യ ശക്തികളെടുത്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലപ്പോൾ പോസിറ്റീവ് ശക്തികളായിരിക്കാം, നെഗറ്റീവ് ശക്തികളായിരിക്കാം. അവരുടെ അടുത്താണ് പോയി ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് പരിപാടി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് അതിനുള്ള കഴിവില്ല. പക്ഷെ ഇനി നമ്മൾ സൃഷ്ടാവാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞിരുന്ന പ്രാർത്ഥന പോലെ ഉള്ളിലൂടെ ഏകാന്തമായി ആ ദൈവത്തോട് ഈ പരിഭവം അല്ലെങ്കിൽ പരാതി പറഞ്ഞു നോക്ക്. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നമ്മൾ സ്നേഹിക്കുന്നവരെ ദൈവം തിരിച്ച് കൊണ്ടുവരും. ഒരിക്കൽ നമ്മൾ അത് പിടിച്ചു വാങ്ങിക്കാനോ അടിച്ചേൽപ്പിക്കാനോ ശ്രമിക്കുമ്പോൾ അവിടെ വിഷയം പ്രശ്നമായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യിക്കുന്നത് ഒരു നെഗറ്റീവ് ശക്തിയാണ്. അങ്ങനെ ചെയ്യിപ്പിച്ച് ഉള്ള സ്നേഹം കൂടി ഇല്ലാതാക്കി അത് മൊത്തം ചളവളാക്കി തരും.
അപ്പം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ആ കാര്യം ഇപ്പൊ പറഞ്ഞ് മനസ്സിലായല്ലോ. തെറ്റിപ്പോകാം, അവർ പലർക്കും പല രീതിയിലുള്ള നെഗറ്റീവ്സുകളുണ്ട്. ആരും അങ്ങോട്ടും മിടുക്കരല്ല, ആരും ഭയങ്കര കഴിവുള്ളവരുമല്ല. അപ്പൊ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമ്മുടെ പങ്കാളിക്ക് വേറെ രീതിയിൽ വേറെ പല കഴിവ് കാണും. അപ്പൊ നമ്മുടെ അതേ ഭാഗം തന്നെ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെ ഭർത്താവിനും അതേ ലെവലിൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് തന്നെ വേണം. അങ്ങനെ ചിന്തിക്കരുത്. അത് വേറെ വ്യക്തിത്വമാണ്, നമ്മൾ വേറെ വ്യക്തിത്വമാണ്. അപ്പൊ നമ്മളിൽ ഒരുപാട് പോസിറ്റീവ് സൈഡ് എന്തെങ്കിലും കാണും. അതേപോലെ മറ്റേ വ്യക്തിയിലും കുറെ പോസിറ്റീവ് സൈഡ് വേറെ ഏതെങ്കിലും രീതിയിൽ കാണും. ഇപ്പൊ ദൈവം ഒരു ത്രാസിലെടുത്ത് ഒരു ഭാര്യ ഭർത്താവിനെ വെച്ചാൽ ത്രാസ് ഒരേപോലെ തൂങ്ങുള്ളൂ. ഒരിക്കലും ഞാനാണ് നല്ലവൻ എന്ന് പറഞ്ഞ് ത്രാസ് മുകളിലോട്ട് പൊങ്ങി വരൂല. കാരണം ദൈവത്തിന്റെ കണ്ണില് ശരിയും തെറ്റും ഹരിച്ചു കുണിച്ച് നോക്കുമ്പോൾ രണ്ടും കണക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളവർ തമ്മില് ദൈവം ചേർത്ത് വെക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിവാഹത്തിന് ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ഇപ്പൊ ദൈവികമായി നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ അവൻ അതിനനുസരിച്ചുള്ള ഒരു ഭാര്യയെ കിട്ടുമ്പോൾ ജീവിതം മൊത്തം ഹാപ്പി ആയി പോകും. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചോളണം, നമ്മുടെ ലെവൽ, നമ്മുടെ വളർച്ച എത്രയായിരുന്നോ അതനുസരിച്ചുള്ള ഭർത്താവിനെയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മിടുക്കനാണ്, എനിക്ക് തലതിരിഞ്ഞ ഒരാളെ കിട്ടിയെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ആത്മീയ വളർച്ച എത്രയാണോ അതനുസരിച്ചൊരു പങ്കാളിയെ ദൈവം തരുവുള്ളൂ. ഒരിക്കലും അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ വരൂല. ഇനി നമ്മൾക്ക് കിട്ടി, അപ്പം നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് അവിടെ വിഷയം പ്രശ്നമാണെങ്കിൽ വിചാരിച്ചോളണം, നിങ്ങൾക്ക് ഇത്രയും നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് അത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു പങ്കാളിയെ കിട്ടിയത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിച്ചിട്ട് കാര്യമില്ല. രണ്ടും കണക്കാണ് ദൈവത്തിന്റെ കണ്ണിൽ. കാരണം ഒരാൾക്ക് ഒരു വശത്ത് കുറെ പോസിറ്റീവ് കാണും, മറ്റേ ആൾക്ക് വേറെ ഏതോ വശത്ത് കുറെ പോസിറ്റീവുകളുണ്ട്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോസിറ്റീവ്നെസ്സിനെ കണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. ഒരിക്കലും നെഗറ്റീവ്സിനെ കണ്ട് വെറുക്കാൻ പഠിക്കരുത്. ഇപ്പൊ എല്ലാവർക്കും ഓരോ പോസിറ്റീവ്, ഭാര്യ ഭർത്താവ് എന്നല്ല, ഭൂമിയിലെ സകലമായ ആൾക്കാർക്കും ഏതെങ്കിലും മേഖലയിലേക്ക് കുറെ പോസിറ്റീവ്, അതായത് ചില അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. മറുഭാഗത്ത് അവർ വളർന്ന രീതിയും അവർ ജീവിച്ച ശൈലിയും വെച്ചിട്ട് പലത് നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ അവരിലൊരു പോസിറ്റീവ് ഉണ്ട്. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവുകളെ കണ്ടും കൊണ്ട് ആ പോസിറ്റീവ് വശം ഉണ്ടല്ലോ എന്ന് മാനിച്ച് സ്നേഹിക്കണം. അപ്പൊ നെഗറ്റീവ് വശം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കും ചില നെഗറ്റീവ് വശങ്ങളുണ്ട്, അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട്, അപ്പൊ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിടുക്കരല്ല എന്ന സത്യം ആദ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ പരസ്പരം അങ്ങോട്ടുള്ള സ്നേഹം വരുള്ളൂ. ഭാര്യ ഭർത്താവാണെങ്കിലും ശരി, ഈ സുഹൃത്തുക്കളാണെങ്കിലും ശരി, മാതാപിതാക്കളാണെങ്കിലും ശരി. പക്ഷെ മറ്റേ ആള് ഇതേപോലെ തിരിച്ചറിയാതെ നമ്മളെ അകറ്റുന്നുണ്ടെങ്കിൽ, അല്ലെ നമ്മളെ മാനിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ മറ്റേ വ്യക്തി നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ നമുക്ക് ഈ ആ വ്യക്തിയുടെ സ്നേഹം കാരണം നമുക്ക് ഭയങ്കര നിരാശയും വിഷമവും വരരുത്. നമ്മൾ ഇനി മാറിക്കളയുക. കാരണം ആ വ്യക്തിക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ബോധം വരട്ടെ, വരുമ്പോൾ നമ്മളെ വിളിക്കും, നമ്മളെ ക്ഷണിക്കും, നമ്മൾ അപ്പോൾ സഹകരിക്കുക. അതുവരെ നമ്മൾ മാറിക്കളയുക. ഇപ്പൊ ചില വ്യക്തികളുണ്ട്, ചില വ്യക്തികളോട് കുറ്റങ്ങൾ പലതും പറയും. അപ്പൊ ഈ മറു വ്യക്തി അത് തിരഞ്ഞെടുക്കില്ല, അത് സ്വീകരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർ വിശ്വസിച്ചോളണം. മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ചാടിക്കേറി അതങ്ങ് വിശ്വസിക്കരുത്. കാരണം അയാളിൽ ചിലപ്പോൾ പല നെഗറ്റീവ്സ് ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു നെഗറ്റീവ് കണ്ടോണ്ടാണല്ലോ അയാൾ അത് പറഞ്ഞത്. അപ്പൊ അയാളുടെ ഭാഗത്ത് ഈ ഒരു കാര്യത്തിൽ പോസിറ്റീവ് സൈഡ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളിലുള്ള ആ നെഗറ്റീവ് അയാൾ കണ്ടെത്തിയിട്ട് അത് കുറ്റമായിട്ട് പറയുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. പക്ഷെ ചാടിക്കേറി അങ്ങ് വിശ്വസിക്കരുത്. കാരണം ചിലപ്പോൾ അസൂയ കൊണ്ട് പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ വെറുതെ പറഞ്ഞതായിരിക്കാം. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന വേറൊരു സുഹൃത്ത്, അല്ലെങ്കിൽ വേറൊരു ബന്ധു, അല്ലെങ്കിൽ വേറൊരാള് ഇതേ കംപ്ലൈന്റ് ആ വ്യക്തിയും പറയുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഇനിയൊരു കുഴപ്പമുണ്ടോ, ശരിയല്ല കേട്ടോ എന്ന് മറ്റേ വ്യക്തിയും പറയണമെങ്കിൽ രണ്ടുപേരായി. മൂന്നാമത് ചിലരും പറയുന്നുണ്ടെങ്കിൽ 3 പേരായി. അപ്പൊ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ നിങ്ങളിലുള്ള ഒരു കംപ്ലൈന്റ് ചൂണ്ടിക്കാണിച്ചാൽ വിചാരിച്ചു കൊള്ളണം, അത് ദൈവം തരുന്ന ഇൻഫർമേഷൻ ആണ്. കാരണം അത് ഇപ്പൊ ഒരേപോലെ പല വശത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് നമ്മുടെ കംപ്ലൈന്റ് ആയിട്ട് ഒരേ കംപ്ലൈന്റ് പറയാൻ വരൂലല്ലോ. അപ്പൊ അവർക്കൊക്കെ അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് എവിടെ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് തിരുത്താൻ ശ്രമിച്ചാൽ ദൈവം നമ്മളെ ആ ട്രെയിനിങ്ങിലൂടെ കടത്തിക്കൊണ്ട് പോകാതെ നമുക്ക് രക്ഷപ്പെടാം. അപ്പൊ ഇങ്ങനെ നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ആ വ്യക്തിയുടെ തെറ്റായ വശം കണ്ടും കൊണ്ട് അവനാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. കാര്യം അവന്റെ തെറ്റായ വശം നിങ്ങൾ അങ്ങോട്ട് ഓർപ്പിച്ചു കൊടുക്കുക. വേണമെങ്കിലും സ്വീകരിക്കും, ഇല്ലെങ്കിൽ അവൻ തള്ളിക്കളയട്ടെ, അത് അവന്റെ ഭാഗം. പക്ഷെ നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങൾ മാക്സിമം നന്നാവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിനുള്ള വ്യത്യാസം വരികയും ചെയ്യും, നിങ്ങൾ അത്രയും പോസിറ്റീവ് ആവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, ശത്രുവിനെ പോലും സ്നേഹിക്കുക. കാര്യം ചിലപ്പോൾ ശത്രുവിലൂടെ ആയിരിക്കാം നമുക്ക് ചില ഉയർച്ചയുടെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങോട്ട് സ്നേഹിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് എത്താത്തത് കൊണ്ടും അവന്റെ കാഴ്ചപ്പാട് വേറെ രീതി നിൽക്കുന്നത് കൊണ്ടും അത് നമ്മളത് ഉൾക്കൊള്ളുന്നില്ല. കാരണം നമ്മുടെ കാഴ്ചപ്പാട് വേറെയാണ്. അതുകൊണ്ടാണ് ആ ശത്രുത വരുന്നത്. അപ്പം പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കുക. അവിടെ ആരും മിടുക്കരല്ല. ഇനി
അടുത്ത നമ്മുടെ സ്നേഹം പരാജയപ്പെടുന്ന മേഖലയാണ് നമ്മുടെ മക്കൾ. ഇപ്പൊ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഒരു മാളില് ഷോപ്പിൽ ഞാൻ പോയപ്പോൾ ഒരു അമ്മയും 2 മക്കളും, ഈ 2 പിള്ളേരും ഈ പിള്ളേരുടെ കളിപ്പാട്ട സെക്ഷനിൽ കയറി ഓരോ കളിപ്പാട്ടം എടുക്കുന്നു, അങ്ങോട്ട് അടിക്കുന്നു, ഇങ്ങോട്ട് അടിക്കുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പൊ ഈ അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇങ്ങനെ എത്തി നോക്കിയാണ് അവിടുത്തെ ഏതെങ്കിലും എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഈ പിള്ളേർ ഈ കളിപ്പാട്ടം എടുത്ത് ഇങ്ങനെ കളിക്കുന്നത് കാണുന്നുണ്ടോ. അപ്പൊ അങ്ങനെ കളിച്ച് ഒരു കളിപ്പാട്ടം തറയിൽ വീഴുന്ന ഒരു സകല പൊട്ടണുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ അമ്മ പതുക്കെ എടുത്ത് ഒളിച്ചിന് വെക്കുകയാണ്. എന്നിട്ട് അടുത്തൊരു കളിപ്പാട്ടം എടുത്ത് കൊച്ചിന് കൊടുക്കുന്നു. ശരിക്കും ഇവിടെ അമ്മ മക്കളെ സ്നേഹിക്കുകയാണ്. ആ മക്കളടുത്തുള്ള സ്നേഹം കാരണമാണ് അമ്മ ഇങ്ങനെ ചെയ്യണത്. ഈ സ്നേഹം ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഞാൻ ലൈവ് കണ്ട കാര്യങ്ങൾ ഒരിടത്തുനിന്നല്ല പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെ തെറ്റായ രീതിയിൽ മക്കളെ സ്നേഹിക്കുന്നത് കാരണം ആ മക്കളിലേക്ക് തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പരിപാടി. കാരണം ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി ചില പോസിറ്റീവ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ ഈ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോഴേ അവിടെ നെഗറ്റീവാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ നാളെ കുറച്ചുകൂടി വലുതാകുമ്പോൾ ഈ അമ്മ കാണിച്ചു കൊടുത്ത കള്ളത്തരം ആ പിള്ളേർ അവരുടെ പല മേഖലകളിലും ചെയ്യും. അപ്പൊ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റിന് തെറ്റെന്ന് പറയുകയും അതിന് തക്ക ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. ഇപ്പം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ജോലിയുണ്ട് അല്ലെ തിരക്കുണ്ട്, അപ്പൊ മക്കള് ഭയങ്കര ശല്യം, ഉടനെ ഒരു മൊബൈൽ എടുത്ത് മക്കളെ കൊടുത്ത് അങ്ങ് വിടും. കാര്യം മക്കളുടെ അടുത്തുള്ള സ്നേഹം കാരണം മക്കളെ പിണക്കാനോ വിരട്ടാനോ വയ്യാത്തത് കാരണം മക്കൾക്ക് ആ ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും തെറ്റാണ് ആ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്നത്. മക്കള് കിടന്ന് പിണങ്ങുമ്പോൾ അടുത്തങ്ങ് മൊബൈൽ കൊടുക്കുന്നു. ചിലപ്പോൾ ആ ഒരു പിണക്കം കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കേ കാണുള്ളൂ. ആ സമയത്തേക്കുള്ള ആ പിള്ളേരുടെ വിഷമമോ അല്ലെങ്കിൽ ഇത് കാണാൻ വയ്യാത്തത് കൊണ്ട് എടുത്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഗിഫ്റ്റായിട്ട് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതും തെറ്റിപ്പോകാൻ കാണില്ല. അപ്പൊ അവൻ ആഗ്രഹിക്കുന്ന തെറ്റായ കാര്യം കിട്ടുമ്പോഴുള്ള അവന്റെ സന്തോഷം കാണാനാണ് അപ്പനമ്മമാരുടെ സന്തോഷം. കാരണം അതുകൊണ്ട് നാളെ അവൻ നശിച്ചു പോകുമോ ഇല്ലയെന്ന് ഈ അച്ഛനമ്മമാര് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ കിട്ടുന്ന അവന്റെ സന്തോഷമാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതാണ് സ്നേഹത്തിന്റെ മറുവശം. ശരിക്കും നല്ല രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു മാതാപിതാക്കൾ മക്കൾക്ക് ഇഷ്ടമുള്ള അല്ലെ മക്കൾ വേണമെന്ന് വാശി പിടിക്കുന്ന തെറ്റായ കാര്യങ്ങളിലേക്ക് ആ അച്ഛനമ്മമാർ അനുവദിക്കില്ല. അപ്പം അങ്ങനെ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയും ചെറിയ ശിക്ഷ കൊടുത്തും വളർത്തിയിരിക്കണം. ഒരു പരുവം കഴിഞ്ഞിട്ട് പിന്നെ നന്നാക്കാൻ ശ്രമിച്ചാൽ അത് കഴിയില്ല. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ കാണുന്ന അമിത സ്നേഹം പലതും നിങ്ങൾക്ക് ദോഷമായി മാറുന്നതിന്റെ കാരണം ചെറുതിലെ ഉള്ള അമിത സ്നേഹം, ഈ രീതിയിലുള്ള തെറ്റായ സ്നേഹം. ഇപ്പം നെഗറ്റീവ്സ് നമ്മളെ തെറ്റിച്ച് കളയുന്ന മേഖല മനസ്സിലായല്ലോ. നമ്മൾ മനസ്സിലിരുന്നും കൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പ്രേരിപ്പിച്ച് ഇതിനെയൊക്കെ തെറ്റിച്ച് കളഞ്ഞ് നമ്മളെ ആ സ്നേഹത്തെ തെറ്റാക്കി കൊണ്ടുപോയിട്ട് ദൈവത്തിന്റെ കണ്ണിൽ നമ്മളെ തെറ്റുകാരാക്കുന്നു. ഇനി അടുത്ത ചില പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശാപവാക്കുകൾ വിളിച്ച് പറയുക. കാരണം മക്കളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ സ്നേഹമുള്ള മക്കൾ അച്ഛനമ്മമാർ ഉദ്ദേശിക്കുന്നത് പോലെ വളർന്നു വന്നില്ലെങ്കിൽ, അവരെ ചെയ്തില്ലെങ്കിൽ അമ്മമാർക്ക് ഈ സ്നേഹം നിമിത്തമാണ് ഈ ദേഷ്യം വരുന്നത്. നിരാശയിലൂടെ വരുന്നൊരു ദേഷ്യമാണ് ഈ മക്കളുടെ അടുത്തുണ്ടാകുന്ന ആ ദേഷ്യം. പക്ഷെ ആ സമയത്ത് അനാവശ്യമായ ചീത്തവിളി, ശാപവാക്കുകൾ, നശിച്ചു പോടാ, മുടിഞ്ഞു പോടാ, ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ ഫലം ഈ പല ആവർത്തി കിട്ടി ആ നെഗറ്റീവ് ശക്തികൾ ആ കുട്ടിയിലേക്ക് അത്ര കണ്ട് സ്വാധീനിച്ച് കയറി കഴിയും. ഇത് നമ്മൾ അറിയുന്നില്ല. ഇവിടെ വരുന്നത് എന്താണ്? ആ മക്കൾ തെറ്റിപ്പോകുന്നുണ്ടല്ലോ, അവരെ ഉദ്ദേശിക്കുന്നതിൽ വരുന്നില്ലല്ലോ എന്ന നിരാശയിൽ വരുന്ന സ്നേഹത്താലുള്ള അനാവശ്യം പറച്ചിലാണ് ഈ പറയുന്നത്. അത്രയും ഒരിക്കലും നശിച്ചു പോകാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ സ്നേഹം കൂടിയിട്ട് ആ സ്നേഹം കൂടുന്നതനുസരിച്ച് മക്കൾ തെറ്റുമ്പോൾ നിരാശ കൂടും. നിരാശ കൂടുമ്പോൾ വായിൽ വരുന്ന സാധനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നിരാശയിൽ പറയുന്നതാണ്. പക്ഷെ ഇതേ സൗകര്യം വെച്ചും കൊണ്ട് ചില നെഗറ്റീവ് ശക്തികൾ കയറും. നമ്മളെ വായിലൂടെ ഇങ്ങനെയുള്ള അനാവശ്യ സംസാരം, ശാപവാക്കുകൾ പറഞ്ഞ് നമുക്ക് ദൈവം തന്ന മക്കളെ നശിപ്പിക്കാനായിട്ട് ചില നെഗറ്റീവ് ശക്തികൾ നമ്മളെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ സംഗതി. ഇത് തിരിച്ചറിയണം. ഇങ്ങനെ ശാപവാക്കുകൾ പറയുമ്പോൾ നാളെ സമയത്ത് അവൻ ഒരു വലുതായ ഒരു കുട്ടിയായ ഒരു ജോലിയൊക്കെ നേടി പോകുമ്പോൾ അന്ന് കിടന്ന ശാപം അവന്റെ മാറിയിട്ടില്ല. മാതാപിതാക്കളുടെ വായിൽ നിന്ന് വരുന്ന ശാപമാണ്, മരണം വരെ നീങ്ങിപ്പോവില്ല. അത് കാരണം അങ്ങനെ ആ കുട്ടിയിലേക്ക് അത് പിന്തുടർന്ന് നിൽക്കും. അപ്പൊ അവനിൽ നിൽക്കുന്ന നെഗറ്റീവ്, നമ്മുടെ ശാപവാക്കിൽ കൂടി വന്ന നെഗറ്റീവ്സ്, അപ്പൊ അവൻ വളർന്നൊരു പ്രായപൂർത്തിയൊക്കെ ആകുമ്പോൾ അവൻ ചെയ്യുന്ന പിള്ളേരാണ് പല മണ്ടത്തരങ്ങളും ചില കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവും. അതിലൂടെ വരുന്ന നെഗറ്റീവ് ശക്തികളുടെ അളവും കൂടെ കൂടുമ്പോൾ അവനിലുള്ള നെഗറ്റീവ്സിന്റെ അളവ് മൊത്തത്തിൽ വലുതായി മാറും. ആ സമയത്ത് നമ്മുടെ ശാപവാക്കുകൾ വഴി വന്ന ചില നെഗറ്റീവ് ശക്തികൾ അപ്പൊ തലപൊക്കുകയും ദുർമരണം വരെ സംഭവിപ്പിച്ച് അവനെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴത് അറിയില്ല. അവൻ വലുതായി ചിലപ്പോൾ പ്രായപൂർത്തിയൊക്കെയായി അവനിലുള്ള നെഗറ്റീവ് ശക്തി അവനിലൂടെ പലതും അവന്റെ പ്രവൃത്തിയിലൂടെ വരുമല്ലോ. ഇല്ലെങ്കിൽ അത്ര കണ്ടും പോസിറ്റീവായിട്ട് ജീവിക്കണം. അങ്ങനെ പാടാണ്. ഇപ്പൊ നമ്മൾ ആ മാതാപിതാക്കളിൽ നിന്ന് കുറെ നെഗറ്റീവ്സ് നമ്മളിലുണ്ട്. നമ്മളും കൂടെ വളർന്ന സമയത്ത് കാണിച്ച നെഗറ്റീവ്സിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു പരുവായപ്പോഴത്തേക്കും കഷ്ടങ്ങൾ തുടങ്ങുന്നത്. ഇനി സ്നേഹത്തിലൂടെ തെറ്റിപ്പോകുന്ന അടുത്തൊരു മേഖലയാണ് കാമം.
ഈ സ്നേഹം എന്ന് പറയുന്നതിന് അതിന് ഓരോ തലങ്ങളുണ്ട്. ഇപ്പം അമ്മയുടെ അടുത്തുള്ള സ്നേഹം അത് ഒരു തരം സ്നേഹമാണ്. ഭർത്താവിനോടുള്ള സ്നേഹം അത് മറ്റൊരു സ്നേഹമാണ്. മക്കളോടുള്ള സ്നേഹം അത് മറ്റൊരു സ്നേഹമാണ്. ഇപ്പൊ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം അത് വേറൊരു സ്നേഹം. ഒരിക്കലും അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ ഒറ്റ സ്നേഹം എന്നേ പറയുള്ളെങ്കിലും ഈ സ്നേഹത്തിൽ തന്നെ പല പല വെറൈറ്റി സ്നേഹങ്ങളുണ്ട്. അമ്മയ്ക്കുള്ള സ്നേഹം ഒരിക്കലും നമ്മൾ ഭാര്യയുടെ അടുത്ത് ചെയ്യാൻ പറ്റൂല, ആ സ്നേഹം വേറെ. മക്കളുടെ അടുത്തുള്ള സ്നേഹം ഒരിക്കലും നമ്മുടെ അമ്മയുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ ഇടപെടാൻ ആ ലെവലിൽ പോകാൻ പറ്റൂല, അത് വേറെ സ്നേഹം. അതുപോലെ തന്നെ നെഗറ്റീവ്സ് നമ്മളെ തെറ്റിക്കുന്ന സ്നേഹമാണ് സുഹൃത്തുക്കളോടുള്ള സ്നേഹം. നമ്മുടെ സുഹൃത്തുക്കളോടുള്ള സ്നേഹവും ആ ഒരു ലെവലിൽ ആ ലിമിറ്റിൽ നിർത്തണം, അത് മറ്റൊരു സ്നേഹമാണ്. അവിടെ ഭാര്യയോടുള്ള സ്നേഹം അല്ലെ ഭർത്താവിനോടുള്ള സ്നേഹത്തിലേക്ക് നെഗറ്റീവ്സ് നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അതിനെ കാമം ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ശരിക്കും ഭാര്യയോടുള്ള സ്നേഹത്തിൽ ആ സ്നേഹമൂത്ത് കാമത്തിലേക്ക് വരാം, അത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്, അത് ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ സുഹൃത്തിനോട് സ്നേഹം വരുമ്പോൾ പതുക്കെ അത് കാമത്തിലോട്ട് കൊണ്ടുപോയി തെറ്റിപ്പോയാൽ ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ നെഗറ്റീവാണ്, ആ വ്യക്തി നെഗറ്റീവ് ആവും. അതിലൂടെ ഒരുപാട് നെഗറ്റീവ് ശക്തികൾ വലിഞ്ഞു കയറി പിന്നുള്ള കാര്യത്തിലേക്ക് അവരുടെ പല പരിപാടികളും അവരോട് ചെയ്ത് നമ്മളെ പല രീതിയിലും ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അവിടെയൊക്കെ ലിമിറ്റ് വെച്ചതില്ല, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഉള്ളതുപോലെ സുഹൃത്തുക്കളോടുള്ള സ്നേഹത്തിനും വേറൊരു വകുപ്പുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ നിർത്താൻ പഠിക്കണം. ഒരിക്കലും അത് കൂടിക്കൂടി പലരും എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ചതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്, സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, സ്നേഹത്തിന്റെ ലിമിറ്റിൽ ഈ സ്നേഹം കൊണ്ട് ഇങ്ങനെ സംഭവിച്ച ഈ സംഭവം സ്വന്തം അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളുടെ അടുത്തോ ഇങ്ങനെ സംഭവിക്കുമോ? അതും സ്നേഹമല്ലേ? അപ്പം അവിടെയൊക്കെ സ്നേഹത്തിന്റെ രീതി നമുക്ക് കറക്റ്റായി കൊണ്ടുപോകുന്നുണ്ട്. അവിടെയും നെഗറ്റീവ് ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ വരെ തെറ്റിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇവിടെ എല്ലാം നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമുക്കൊരു നിയന്ത്രണം വേണം. ഈ സ്നേഹമാണ് കൂടിപ്പോകുന്നുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലോട്ട് പോകാതെ നമ്മൾ നിയന്ത്രിച്ചിട്ട് ഇവിടെ വേണ്ട സ്നേഹത്തിൽ വേണം ആ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോവാൻ. ഇനി അതേപോലെ മറ്റൊരു കാര്യം കാണുന്നതാണ് വീട്ടിലെ വളർത്തു മൃഗങ്ങളോടുള്ള സ്നേഹം. അതും സ്നേഹമാണ്. അപ്പൊ നമ്മൾ എല്ലാത്തിനെയും സ്നേഹിക്കുന്നു, പ്രകൃതിയെ സ്നേഹിക്കുന്നു, എല്ലാം സ്നേഹിക്കുന്നു. പക്ഷെ അതിനൊക്കെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ലിമിറ്റേഷൻ ഉണ്ട്. ഒരിക്കലും വളർത്തു മൃഗങ്ങളെ നമ്മുടെ വീട്ടിന്റെ വാതിലിന് അകത്തോട്ട് സ്വാതന്ത്ര്യം കൊടുക്കരുത്. അകത്തോട്ട് കയറി വന്നാൽ പോലും നമ്മൾ വിരട്ടി പുറമേ ശീലിപ്പിച്ച് മാറ്റണം. ഒരിക്കലും നമ്മുടെ വീട്ടിനകത്തുള്ള മുറിയിലുള്ള കട്ടില്, നമ്മുടെ കസേരകൾ, ഇതിലൊക്കെ വളർത്തു മൃഗങ്ങളെ സ്നേഹം കൊണ്ട് കയറ്റുന്നത് പ്രകൃതിയുടെ വ്യവസ്ഥയിൽ, ദൈവത്തിന്റെ വ്യവസ്ഥയിൽ തെറ്റ്. അങ്ങനെ വരുമ്പോൾ അവിടെ തെറ്റിയത് കാരണം ഒരുപാട് നെഗറ്റീവ്സ് നമ്മളിലേക്ക് കയറും. പല മേഖലകളിലും ശല്യം ചെയ്യും. ചില മൃഗങ്ങളിലൂടെ അല്ല ശല്യം വരുന്നത്. ആ നെഗറ്റീവ്സ് കയറി കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവിന്റെ ഇഷ്ടമാണ്, വേറെ ഏതെങ്കിലും മേഖലയിലൂടെ ശല്യം ചെയ്യും. എന്നാൽ ഇത് തെറ്റിപ്പോകുന്നത് കാരണം ഈ മേഖലയിലൂടെ തന്നെ ദൈവം നമ്മളെ ട്രെയിനിങ് ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യവും വരുന്നുണ്ട്. അപ്പൊ 2-3 രീതിയിൽ കഷ്ടങ്ങൾ നമുക്ക് വരേണ്ടി വരും. തെറ്റ് ചെയ്തതിന്റെ പുറത്ത് വലിഞ്ഞു കയറിയ നെഗറ്റീവ്സിന്റെ ശല്യം വേറെ, ഈ തെറ്റിനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് വരുന്ന ട്രെയിനിങ് വേറെ. അപ്പം അവിടെ ആ സ്നേഹത്തിന് ലിമിറ്റ് കൊടുക്കണം. എത്ര സ്നേഹമാണെങ്കിലും വളർത്ത മൃഗങ്ങളുടെ സ്നേഹം വീടിന് പുറത്തിട്ട് സ്നേഹിക്കണം, അകത്ത് ലിമിറ്റ് വെക്കണം. ഒരിക്കലും അനുവദിച്ച് ഓവർ സ്നേഹം, ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിപ്പ്, വാരിക്കൊടുക്കൽ, ഇതൊക്കെ മക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ ലിമിറ്റ്, ആ ഒരു സ്നേഹമാണ് മൃഗങ്ങൾക്ക് എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ അവിടെ തെറ്റിപ്പോകരുത്. അവരെ സ്നേഹിക്കേണ്ട രീതി വേറെ, അതും ഒരു സ്നേഹമാണ്. അതിന്റെ രീതിക്ക് അത് കൊണ്ടുപോവുക. ഇനി അടുത്തൊരു സ്നേഹമാണ് സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളോടുള്ള സ്നേഹം കാരണം നമ്മൾ കഷ്ടപ്പെടുന്ന കാശൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നു. അവിടെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ദൈവം നമുക്ക് ധനവും കാര്യങ്ങളൊക്കെ തരുന്നത് നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ നമുക്കും വേണ്ടിയിട്ട് തരുന്ന, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് ദൈവമായിട്ടുള്ള അറ്റാച്ച്മെന്റിലൂടെ നമുക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളാണ് നമുക്ക് വരുന്ന സാമ്പത്തികം. ഇത് ദുർവിനിയോഗം ചെയ്താൽ നമുക്കത് ദൈവം അത് ബ്ലോക്ക് ചെയ്യും, നമ്മളത് പഠിപ്പിക്കും. അങ്ങനെ വരുന്ന തെറ്റിലൂടെ വരുന്ന നെഗറ്റീവ്സിന്റെ ശല്യങ്ങൾ വേറെ അനുഭവിക്കേണ്ടതായിട്ടും വരും. അപ്പൊ കിട്ടുന്ന കാശ് അല്ലെങ്കിൽ പണം ഒരിക്കലും മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ നമുക്കുണ്ട് എന്ന് പറഞ്ഞ് ചുമ്മാ കയറി കൊടുത്ത് ദാനം ചെയ്ത് സഹായിക്കരുത്. അവർ വഴിതെറ്റി പോകുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതം ശരിയല്ല എന്ന് മനസ്സിലാക്കി അറിഞ്ഞും കണ്ടും വേണ്ടവർക്ക് മാത്രമേ നമുക്ക് സ്നേഹം പ്രകടനം ചെയ്യാവൂ. അല്ലെങ്കിൽ എത്ര സ്നേഹം ഉണ്ടെങ്കിലും അവൻ വഴിതെറ്റി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെയും സഹായിച്ച് അവനെ കൂടുതൽ തെറ്റിച്ച് കൊണ്ടുപോകാൻ നിങ്ങളായിട്ട് ഇടവരുത്തരുത്. അവൻ വഴിതെറ്റി പോകുന്നു, പക്ഷെ ഭയങ്കരമായ സ്നേഹം, സ്വന്തം സഹോദരനാണ്, സഹോദരിയാണ്, സ്വഭാവം ശരിയല്ല, പൈസ ദൂർത്തടിച്ച് കളയുന്നുണ്ടെങ്കിൽ അവരുടെ കഷ്ടമായി വരുന്ന ആ ഫലത്തിൽ മറികടക്കാൻ വേണ്ടി നിങ്ങൾ പിന്നെയും കാശ് കൊടുക്കരുത്, ധനം ചെയ്യരുത്. ഇതൊക്കെ സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉപദേശിക്കുക, അല്ല വഴി പറഞ്ഞു കൊടുക്കുക, അല്ലെ ശാസിക്കുക.
അല്ലാതെ അയ്യോ പാവം പോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഒരുപാട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊടുത്താൽ നമുക്ക് ഒട്ടും ഇല്ലാത്ത ലെവലിൽ പിന്നെ നമ്മളെ ദൈവം പഠിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നാളെ സമയത്ത് നമ്മളെ മക്കൾ ഒട്ടും ഇല്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടനുഭവിക്കേണ്ടതായി വരും. ഇത് പഠിപ്പിക്കലാണ്, ഇതും തിരിച്ചറിയുക. ഈ സ്നേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പലതും ഉണ്ട്. ഇനി മറ്റൊരു അവസരത്തിലൊക്കെ പറഞ്ഞു വരുമ്പോൾ വരാം. ഇപ്പോ തൽക്കാലം നിർത്തുന്നു. ഓക്കെ, ഇനി അടുത്ത ഓരോ കാര്യങ്ങളുണ്ട്. അതൊക്കെ അടുത്തടുത്ത മെസ്സേജുകളിൽ ഞാൻ വിടുന്നു. ശരി.